ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നാളത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. നാളെ പൗർണമി ദിനമാണ്. നമ്മളുടെ 2025 എന്ന വർഷത്തിലെ ആദ്യത്തെ പൗർണമിയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാളെ ധനുമാസത്തിലെ തിരുവാതിരയും കൂടിയാണ്. ധനുമാസത്തിലെ തിരുവാതിര നിങ്ങൾക്കറിയാമായിരിക്കും, മഹാദേവൻ്റെ ജന്മദിനമാണ്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ്. സ്ത്രീകൾ ദീർഘമാംഗല്യത്തിനും അതുപോലെ ഐക്യത്തിനും, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടുന്നതിനും വിവാഹം വരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വ്രതമെടുത്ത് നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്പോൾ നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ തിരുവാതിരയ്ക്ക് 10 ദിവസം മുൻപ് തന്നെ വ്രതാരംഭം എല്ലാം തുടങ്ങും. ഇനി അതിന് സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തലേദിവസം ഒരിക്കലെല്ലാം എടുത്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയും ആ ഒരു ദിവസം ക്ഷേത്രത്തിൽ പോവുകയും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും കുളിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ പോവുക. ഒരിക്കലെടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇതൊന്നും അല്ലാത്ത വ്യക്തികളാണ്, പുറമേലുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അത്രയും നല്ല രീതിയിൽ നാമജപത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും സ്പിരിച്വലി കണക്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു ദിവസമാണ്. നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. വളരെ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുക. ഒരു നെഗറ്റീവ് ഷെയ്ഡോടുകൂടിയുള്ള ചിന്തയും കാര്യങ്ങളും വരാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി കണക്കിലെടുത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ, വളരെ സൗമ്യമായിട്ട് പെരുമാറാനും, നേരത്തെ തന്നെ എണീറ്റ് കുളിക്കാനും, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാനും ഒക്കെ ആയിട്ട്, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിൽ തന്നെ നമ്മൾ അറിയാതൊരു പോസിറ്റിവിറ്റി കടന്നു വരും, ആ ഒരു പോസിറ്റീവ് ഊർജ്ജം. അപ്പോൾ പതിവ് പോലെ പൗർണമി റിച്വലിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പാർട്ട്ണറുടെ രണ്ടുപേരുടെയും പേരും രണ്ടുപേരുടെ നക്ഷത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അപ്പോൾ നാളെ രാത്രി വരെയാണ് നമ്മളത് പരിഗണിക്കുന്നത്. അതിനുശേഷം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു എനർജി എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു ചാടി എന്തൊക്കെയോ അബദ്ധങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഒരുപാട് കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തായിരിക്കാം, എവിടെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ സഡൻ ആയിട്ടൊരു തീരുമാനം എടുത്തു, അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്തത് മൂലം ഇപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ആ റോങ് ആയിട്ടുള്ള ഡിസിഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ സെപ്പറേഷനോ ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത ആ ഒരേ ഒരു റോങ് ഡിസിഷനാണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഡിസിഷൻ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഡിസിഷൻ എടുത്തത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജി നോക്കുമ്പോൾ അത്രയും നല്ല രീതിയിൽ മുൻപോട്ട് പോയ ഒരു ബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ഈക്വൽ പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റാർക്കും കൊടുക്കാത്ത ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നു തന്നെയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ള ആ ഒരു രീതിയിൽ ഹോപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പോലും ആ ഒരു സ്നേഹവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന അത്ര നല്ല ഓർമ്മകൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ എപ്പോൾ മുതലാണോ നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനകത്തുള്ള
ആ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും എല്ലാം എപ്പോഴാണോ മറ്റൊരു എനർജി ഇതിനകത്തേക്ക് വന്നത് അപ്പോൾ മുതലായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. അതുവരെ നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അടിവരയിട്ട് പറയാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് മേലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളോടാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും അവരുടെ ഒരു പാർട്ട്ണറായിട്ട് കണ്ടു നിൽക്കുന്ന വ്യക്തി നിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലിയോ പാരൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ കർമ്മം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റാത്ത വ്യക്തികൾ വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മേലെ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റീസും ചിലപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് വന്നെന്നിരിക്കും. അതായത് ചില സാഹചര്യത്തിൽ നമ്മളുടെ ഒരു കർമ്മ മേഖല എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വയമേ ഉള്ള ഒരു ഇഷ്ടം നമുക്ക് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സഡൻലി ചാടിക്കറി എടുത്തതായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് റോങ് ഡിസിഷനാണ്. അപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇവർ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്തത് അത് വളരെ മോശമായിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചെയ്തൊരു സാക്രിഫൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്ത ഒരു സാക്രിഫൈസ്, പക്ഷേ ആ ഒരു ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാക്രിഫൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചീറ്റിംഗ് ആയിട്ട് അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹവും പ്രത്യാശയും ഇഷ്ടമൊക്കെ തന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അത് തിരിച്ചെടുത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഏതൊരു സമയത്താണോ നിങ്ങൾക്കിടയിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു തകർച്ച നിങ്ങളുടെ ബന്ധത്തിന് സംഭവിച്ചത്, അന്ന് ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ അത്രത്തോളം ഒരു ഹൃദയവേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. കാരണം അവരാണ് ഡിസിഷൻ എടുത്തത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കേണ്ടതായിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഡിസിഷൻ തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഒരു ഹാർട്ട് പെയിൻ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കറൻലി നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരെയാണോ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ മാറ്റി നിർത്തിയത്, ആ ഒരു വ്യക്തിയുടെ തനി സ്വഭാവം മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ റിയൽ ആയിട്ട് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു എന്താണ് അവരെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു കോൺസെപ്റ്റ്, അത് കംപ്ലീറ്റ്ലി തകിടം മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു ചീറ്റിംഗ്, അല്ലെങ്കിൽ ഇവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ എന്തെങ്കിലും എല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയിൽ എനർജിയിൽ ഈ ഒരു പേഴ്സൺ എന്തൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു സാക്രിഫൈസ് ആണ് ചെയ്തത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മോശം അവസ്ഥയിൽ എത്തിച്ചത് പോലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാക്രിഫൈസ് ആയിരുന്നു. അപ്പോൾ എന്താണോ ആ ഒരു പേഴ്സൺ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ ചെയ്തത്, അതിനുള്ള ഒരു തിരിച്ചടി നല്ല രീതിയിൽ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ അവരെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല ഈ ഒരു പേഴ്സൺ സ്വയം വിഡ്ഢിയായ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ളൊരു ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഇത്രത്തോളം അവർക്ക് ദോഷകരമായിട്ട് വരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇത്രയും ഇവരുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്വയം ഒരു വിഡ്ഢിയായതുപോലെ, അല്ലെങ്കിൽ ആ ഒരു ഫൂളാണ് എന്നുള്ള ഒരു തോന്നൽ ഈ ഒരു പേഴ്സൺ തന്നെ വന്നിട്ടുണ്ട്. എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ കാണിച്ചത് എന്നുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ്, ഇതെല്ലാം നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രയൊക്കെ സ്നേഹമുണ്ടോ അതെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടാണ് അവർ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു വിട്ടത്. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് അവരും മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞു പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ കറൻലി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എത്രത്തോളം അവർ നിങ്ങളോടുള്ള സ്നേഹവും വികാരങ്ങളും എല്ലാം അടക്കി വെച്ചാണോ നിന്നിരുന്നത്, അതെല്ലാം നമ്മൾ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്നത് പോലെ ഒത്തിരി സ്നേഹം, അല്ലെങ്കിൽ ഒരുപാട് കുറ്റബോധം, ഇതെല്ലാം ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്
ഒരു സാക്രിഫൈസ് ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫൂളിഷ്നെസ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ബ്രേക്ക് തന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹാർട്ട് ബ്രേക്കായി, അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും കരകയറാനാവാത്ത വിധം ഈ ഒരു പേഴ്സൺ മാനസികമായിട്ടുള്ള ദുഃഖം, സമ്മർദ്ദം എല്ലാം അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ഒരു കാര്യം ബൂമറാങ് പോലെ ഈ ഒരു പേഴ്സണിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ചില വ്യക്തികളുടെ എല്ലാം കമൻസ് കാണുമ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കാറുണ്ട്, അയ്യോ എത്രയൊക്കെ അവർ അനുഭവിച്ചിട്ടും ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു. അപ്പോൾ കമൻസിനകത്തും ചിലവർ അത് തന്നെ എഴുതാറുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ചതികൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇനിയും വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവർ ചെയ്ത എല്ലാ കാര്യത്തിനും മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയെ അവരെ എന്ത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നഷ്ടപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത്രയും ഒരു ഹോണസ്റ്റായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കാനോ ഒന്നും സാധിക്കണമെന്നില്ല. പലരുടെയും റിലേഷൻഷിപ്പിനകത്ത് ചതികളും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് പുറമേ നിന്ന് മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ജെനുവിനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു പേഴ്സൺ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ അർഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കുഴപ്പക്കാരനോ കുഴപ്പക്കാരിയോ ഒക്കെ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏതൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു പരിഗണന അവർ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഒരു സൊസൈറ്റിയിലുള്ളൊരു നിലയും വിലയും മാനിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ, റീസൺ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരൊരു വല്ലാതെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നോ അങ്ങനെ നമുക്ക് ചിത്രീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവരുടെ ഒരു കർമ്മ അനുഭവിക്കേണ്ടുന്ന പീരീഡ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ണീരിനും പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ തനിനിറം ഇവർ തിരിച്ചറിയണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ഒരു തെറ്റ്, നിങ്ങളോട് കാണിച്ച ആ പെരുമാറ്റം എന്താണോ, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ അകറ്റി നിർത്തിയത്, സെപ്പറേറ്റ് ആയത്, എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു, എടുത്തുചാട്ടമായിരുന്നു എന്ന് തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിയെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ജെനുവിൻ അല്ല, പൂർണ്ണമായിട്ടും ഇവർ ട്രസ്റ്റ് ചെയ്ത് പോലെയുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ അത് അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതൊരു സംസാരത്തിലേക്ക് പോവുകയോ ആ ഒരു തരത്തിലൊന്നും ഈ ഒരു പേഴ്സൺ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. മാനസികമായിട്ട് ഈ ഒരു ദുഃഖം അവർ അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ അത് ഓർത്തിട്ട് അവരുടെ ഒരു സ്വൈര്യം കെടുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്താണ് എന്ന് റിയലൈസ് ചെയ്തതുപോലെ തന്നെ നിങ്ങളോട് കാണിച്ച ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കാണിച്ച ആറ്റിറ്റ്യൂഡ് അത്രയും മോശപ്പെട്ടതായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റും ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെയാണോ കട്ട് ഓഫ് ആയത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അത്രയും സ്വരച്ചേർച്ച ഇല്ലാതെ അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയിൽ തന്നെ ആയിരിക്കാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി മാത്രമാണ് തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് ഇവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതികളും തേർഡ് പാർട്ടിയെ ചോദ്യം ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ്. ഒരുപക്ഷെ നേരത്തെ ഈ ഒരു പേഴ്സൺ അധികം വീണ്ടും വിചാരമില്ലാതെ ഒരു തീരുമാനമെടുത്തത് അബദ്ധമായി പോയതുകൊണ്ടായിരിക്കും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് കിട്ടിയ ശേഷം, അല്ലെങ്കിൽ നിങ്ങളുടെയും കൂടി ഒരു അഭിപ്രായം ചോദിച്ച ശേഷം എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അതൊരു വെയിറ്റിംഗ് എനർജിയിൽ പിന്നത്തേക്കായിട്ട് മാറ്റിവെച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കപ്സിൻ്റെ ഫ്ലോയിങ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തോന്നുന്നുണ്ട്. അത് ഒരുപക്ഷെ അവർ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു തരത്തിലും ബ്ലെയിം ചെയ്യാത്ത, അല്ലെങ്കിൽ എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവരൊരു ജസ്റ്റിസ് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ജസ്റ്റിസ് ഇനി തന്ന് മുന്നോട്ട് പോകാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു പരിഗണന എന്താണോ അത് നിങ്ങൾക്ക് തരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ പോലും ഓർക്കാതിരിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു റീസെൻ്റ് ആയിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം.
ഇനി ഇതുവരെ വരാത്ത വ്യക്തികളാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനെല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അതിനുള്ളൊരു ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട്. അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലം ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്രത്തോളം നിങ്ങളുമായിട്ട് ഇത് റെസൊനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ഓഗസ്റ്റ് മന്ത്, ഫെബ്രുവരി മന്ത്, ഉത്രട്ടാതി നക്ഷത്രം, കാസർഗോഡ്, കണ്ണൂർ, നമ്പർ 25, ജെമിനായി, Virgo, July month, number 14, Wayanad district, number 26, letter D, number 22, April month, letter G, letter H, letter J, June month, letter E, number 20, Palakkad district, number 18, number 12, letter B, Chadayam Nakshatram, number 19, Vishagam Nakshatram, Libra zodiac sign, നമ്പർ 27 ആൻഡ് ഫൈനലി നമ്പർ 21. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.